കേരളം കടക്കണിയിലും അതുപോലെ തന്നെ ഖജനാവ് വിറയ്ക്കുന്ന അവസ്ഥയിലുമൊക്കെയാണ് എങ്കിലും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തിന് എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ സാധിക്കും അത് കണ്ടെത്തുകയും അത് കൊണ്ടുവരാൻ ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയാണ് താൻ എന്ന് വി.ഡി. സതീശൻ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സഹകരണ മേഖലയിൽ കേരളത്തിന്റെ സ്വന്തം വിമാന കമ്പനി കേരള സിവിൽ ഏവിയേഷൻ ഡെവലപ്മെന്റ് സഹകരണ സംഘം ലിമിറ്റഡ്, ഈ പേരിൽ പുതിയ കമ്പനി വരികയാണ്. ഇനി കേരളത്തിന്റെ പേരിൽ കേരളത്തിന്റെ സ്വന്തം വിമാനം ആകാശത്തുകൂടെ പറക്കാൻ ഉയരുകയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഒരുപാട് വികസന പദ്ധതി കേന്ദ്രവുമായി ചേർന്നിട്ടും അല്ലാതെയും കേരളത്തിന്റെ സ്വന്തം രീതിയിലുമൊക്കെ ഒരുപാട് വികസനത്തിന്റെ പാതയിലേക്ക് തന്നെ പോവുകയാണ് സംസ്ഥാനം. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ആര് ഭരിച്ചാലും നമ്മുടെ സംസ്ഥാനത്ത് വികസനങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന പൗരന്മാർ തന്നെയാണ് മജോറിറ്റിയായി ഓരോ സംസ്ഥാനത്തും ഓരോ സ്ഥലത്തുമുള്ളത്. എന്തായാലും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് കേരള സർക്കാർ. ഒരുപാട് പദ്ധതികൾ ഗതാഗതവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി കേന്ദ്രവുമായി ചർച്ച നടത്തി ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ട് അധികം ദിവസമായില്ല. ഇപ്പോൾ കേരളത്തിന്റെ സ്വന്തം വിമാന കമ്പനി എന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് കേരള സർക്കാർ. രജിസ്ട്രേഷൻ നടപടികൾ വെള്ളിയാഴ്ച തുടങ്ങുമെന്നാണ് കേൾക്കുന്നത്. സർക്കാർ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏപ്രിലോടെ സർവീസ് തുടങ്ങാനാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്ന സഹകാര്യം കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനുമായ CN വിജയകൃഷ്ണൻ പറയുന്നു. സഹകരണ മേഖലയിൽ കമ്പനി തുടങ്ങി വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്താനാണ് പദ്ധതി. കോ എയർ എന്ന പേരാണ് ഉദ്ദേശിക്കുന്നത്. വിജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കണ്ട് സംസാരിച്ചു. സർക്കാർ അനുകൂല നിലപാട് എടുത്തതോടെയാണ് രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കുന്നത്. സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയായാൽ അതിന്റെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകും എന്നാണ് അറിയുന്നത്. 55% ഓഹരികൾ സഹകരണ സംഘത്തിൽ നിന്നും ബാക്കി പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 200 സഹകരണ സംഘങ്ങളിൽ നിന്ന് 2 കോടി രൂപ വീതം സമാഹരിക്കാനാണ് ആലോചന. ആദ്യഘട്ടത്തിൽ 2 വിമാനങ്ങൾ വാടകയ്ക്കെടുക്കും. കേരളത്തിനകത്തും ബംഗളൂരു, കോയമ്പത്തൂർ, മംഗളൂരു, ചെന്നൈ, മഥുര തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്കും സർവീസ് ഉണ്ടാകും. ചെറുവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, എയർ ആംബുലൻസ് എന്നിവയും പാട്ടത്തിലെടുക്കും. സംസ്ഥാന സർക്കാരിനും ആരോഗ്യവകുപ്പിനും പോലീസ്, അഗ്നിരക്ഷാസേന തുടങ്ങിയ സേനകൾക്കും അടിയന്തര ഘട്ടത്തിൽ ഇത് ഉപയോഗപ്പെടുത്താനാകുമെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നു. കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവിനെയും സംഘം ദില്ലിയിലെത്തി കണ്ടു. കേന്ദ്രവും അനുകൂല നിലപാടിലായിരുന്നു. കമ്പനിയുടെ നേതൃത്വത്തിൽ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും തുടങ്ങും. സിയാൽ മോഡലിൽ കമ്പനി രൂപീകരിച്ച ആദ്യഘട്ടത്തിൽ 2 വിമാനങ്ങൾ പാട്ടത്തിനെടുത്ത് നെടുമ്പാശ്ശേരി ആസ്ഥാനമാക്കി കരിപ്പൂർ, കണ്ണൂർ, ബംഗളൂരു, ചെന്നൈ, കോയമ്പത്തൂർ, മഥുര എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തും. പദ്ധതി നടത്തിപ്പിനായി സഹകരണ മേഖലയിൽ മുഖ്യമന്ത്രി ചെയർമാനും സഹകരണ മന്ത്രി വൈസ് ചെയർമാനുമായി കമ്പനി രൂപീകരിക്കും. 200 സഹകരണ സംഘങ്ങൾ 2 കോടി രൂപ വീതം ഓഹരിയെടുത്താണ് ആദ്യഘട്ടം നടപ്പാക്കുക. മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും സഹകരണ രജിസ്ട്രാറും പദ്ധതിയെ താൽപര്യത്തോടെയാണ് സമീപിച്ചത്. 2 വിമാനങ്ങൾ തുടർഘട്ടങ്ങളിൽ 4ഉം 6ഉം ആക്കി ഉയർത്തും. 3500 മുതൽ 7000 രൂപ വരെയാകും ടിക്കറ്റ് നിരക്ക്. പ്രാരംഭഘട്ടത്തിൽ 200 പേർക്ക് ജോലി നൽകാനാകും. നോക്കൂ, നല്ല ഒരു സംവിധാനം. അതായത് വ്യോമയാന മേഖലയിൽ ഒരു പുതിയ കമ്പനി തുടങ്ങുന്നു, ഒപ്പം ജോലി കിട്ടുന്നു, ചുരുങ്ങിയ ചിലവിൽ യാത്ര ചെയ്യാനാകുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സംസ്ഥാനത്തിന്റെ വികസന പാതയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്ന ആ ഒരു കടമ കൂടി ഖജനാവ് കാലിയാണ് എന്ന് പറയുന്ന അവസരത്തിലും അതിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. എന്തായാലും വാടകയ്ക്ക് വിമാനങ്ങൾ എടുത്ത് വാടക കൊടുക്കാതെ തുരുമ്പിച്ചിട്ടുപോയ ഒരു കാലഘട്ടത്തിൽ നിന്ന് പുതിയ വിമാനങ്ങൾ, പുതിയ വിമാന കമ്പനി, ഒരുപാട് പേർക്ക് ജോലി, അങ്ങനെയുള്ള ഒരു നല്ല നാളേക്ക് തന്നെയാണ് കേരളം അനുദിനം മുന്നോട്ട് പോകുന്നത്. സതീശൻ സർക്കാരിന് അഭിനന്ദനങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.